ഷൈനി ചേച്ചിയുടെയും 2 മക്കളുടെയും മരണവും ദിനംപ്രതി പലതരം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി ആത്മഹത്യയിലേക്ക് എത്തുന്നവരുടെ ന്യൂസും നമ്മൾ കാണുമ്പോൾ ഒരാൾ മരണത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിന് ഉള്ള 6 സയൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അമേരിക്കൻ സ്കൂളും UK ആൻഡ് ഓസ്ട്രേലിയൻ സൈക്യാട്രി സ്കൂൾസ് നടത്തിയ പഠനവും അതോടുകൂടി മറ്റ് റെഫറൻസുകളും റെഫർ ചെയ്തിട്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓരോ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പേടിപ്പിക്കുന്ന കണക്ക് പുറത്തു വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരാൾ എക്സെപ്ഷണലി ഡൗൺ ആൻഡ് ഡിപ്രസ്ഡ് ആണ്. ഈ ഡിപ്രഷനിൽ തന്നെ സൂയിസൈഡ് ഐഡിയേഷൻ ഉള്ള ഡിപ്രഷനും നോൺ സൂയിസൈഡൽ ഡിപ്രഷനുമുണ്ട്. സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിഫോർ സ്റ്റാർട്ടിങ് ദ വീഡിയോ, ഇതൊരു സെൽഫ് ഡയഗ്നോസിസ് വീഡിയോ അല്ല. നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലുമോ ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഡിപ്രഷൻ? വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്കസിങ് മെൻ്റൽ ഡിസോർഡറാണ് ഡിപ്രഷൻ. സൈക്കോളജി ബുക്കുകൾ പ്രകാരം നമ്മുടെ മനസ്സ് പാസ്റ്റിൽ നടന്ന ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിലോ അവസ്ഥയിലോ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് ഡിപ്രഷൻ. പ്രായഭേദമന്യേ ഒരു കുട്ടിക്ക് മുതൽ ഒരു സീനിയർ സിറ്റിസണിന് വരെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലും ഉണ്ടാകാവുന്ന ഒരു മെൻ്റൽ ഡിസോർഡറാണ് ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ സൂയിസൈഡൽ ഐഡിയേഷനുള്ള ഡിപ്രഷനുമുണ്ട്, സൂയിസൈഡൽ ഐഡിയേഷൻ ഇല്ലാത്ത ഡിപ്രഷനുമുണ്ട്. നിങ്ങൾക്കുള്ള ഡിപ്രഷൻ എപ്പിസോഡ്സിൽ ഒരു സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടോ അതോ നോൺ സൂയിസൈഡൽ ഡിപ്രഷൻ സിംറ്റംസ് ആണോ എന്നാണ് അതിന് പ്രധാനമായും കാണാൻ സാധ്യതയുള്ള 6 സിംറ്റംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, ഹോപ്പ്ലെസ്നെസ് ആൻഡ് ലാക്ക് ഓഫ് ഓപ്റ്റിമിസം. ജേണൽസ് ഓഫ് അഫക്റ്റീവ് ഡിസോർഡേഴ്സിൽ സൂയിസൈഡൽ ആൻഡ് നോൺ സൂയിസൈഡൽ ഡിപ്രഷൻ്റെ വ്യത്യാസം പ്രസ്താവിച്ചിട്ടുണ്ട്. നോൺ സൂയിസൈഡൽ ഐഡിയേഷൻ ഗ്രൂപ്പിൽപ്പെട്ട ആളുടെ ഡിപ്രഷനിൽ അയാൾ വളരെ മന്ദത, മൂകത, ലൈവ്ലി ആയിരിക്കില്ല ഒട്ടും. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊരു ഉത്സാഹം കാണത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലോ ഈ ഇൻസിഡൻറ്റിലോ എടുത്ത സ്റ്റെപ്സ് ഒക്കെ തെറ്റായിപ്പോയി എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ടാവും. എന്നാൽ സൂയിസൈഡൽ ഐഡിയേഷൻ ഗ്രൂപ്പിൽ പെട്ട ഒരാൾക്ക് ഇതിന് അപ്പുറം who is even the point, I'm going to fail, ഹോപ്പ്ലെസ്നെസ് ആൻഡ് ലാക്ക് ഓഫ് ഒപ്റ്റിമിസം അതിൻ്റെ പീക്കിലെത്തുകയും എല്ലാത്തിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷനും ഒട്ടും ലൈവ്ലി അല്ലാതിരിക്കുകയും ഇങ്ങനെ ഈ 3-4 സിംറ്റംസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അവരിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്പർ 1 ഡിഫറൻസ് ഓഫ് സൂയിസൈഡൽ ആൻഡ് നോൺ സൂയിസൈഡൽ ഡിപ്രഷൻ്റെ. നമ്പർ 2, ഹാസ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് ബിഫോർ. ഇതിനു മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ള ആൾക്കാരിൽ അവരുടെ ബ്രെയിനിൽ സൂയിസൈഡ് വളരെ ലാഘവത്തോടു കൂടിയാണ് കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സൂയിസൈഡിനെ നമ്മൾ സെൽഫ് ഹാം ചെയ്യുന്നതിനെ വളരെ ഭീകരതയോടു കൂടി കാണുമ്പോൾ ഇവർക്ക് വളരെ സിമ്പിൾ ആൻഡ് വളരെ ഈസി ഗോയിങ് പ്രോസസ്സാണ്. ഇതിൻ്റെ യഥാർത്ഥ ഭീകരത അവരുടെ ബ്രെയിൻ അവരുടെ തിങ്കിങ് പ്രോസസ്സിൽ കാണിക്കുന്നില്ല. ഇങ്ങനെയുള്ളവരെ സൂയിസൈഡിനെ കുറിച്ച് വളരെ ലാഘവത്തിൽ ഒരു ഈസി പ്രോസസ്സായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് നമ്മളോട് സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സംസാരം നിങ്ങൾക്ക് തന്നെയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യണം. അക്കോർഡിംഗ് ടു സൂയിസൈഡൽ അവയർനെസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റ്, ഇങ്ങനെയുള്ളവർ മോസ്റ്റ് പ്രൊബാബ്ലി ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബ്രൗസ് ചെയ്യുകയും സെർച്ച് ചെയ്യുകയും വയലൻസ് ഓർ സൂയിസൈഡൽ കണ്ടൻറ്റ് ഉള്ള വീഡിയോസ് വാച്ച് ചെയ്തിട്ടുമുണ്ടാവാം. നമ്പർ 4, ഹാസ് അറ്റംപ്റ്റഡ് സെൽഫ് ഹാം ഓർ റിസ്കി ആക്ടിവിറ്റി. യൂഷ്വലി ഡിപ്രഷൻ വിത്തൗട്ട് സൂയിസൈഡൽ ഐഡിയേഷനുള്ള ആൾക്ക് മൊത്തത്തിലൊരു മൂകതയും മന്ദതയും ഒട്ടും ലൈവ്ലി ആയിരിക്കില്ല. പക്ഷേ തൻ്റെ തന്നെ ജീവന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു മോട്ടിവേഷൻ അയാൾക്കുണ്ടായിരിക്കില്ല. പക്ഷേ സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ളവർ റിസ്കി ആക്ടിവിറ്റീസ് ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടും കാണത്തില്ല. അതുപോലെ തന്നെ അവരുടെ ജീവനും തന്നെ ഭീഷണിയാവുന്ന, ഉദാഹരണത്തിന് ഹൈ കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഡ്രഗ്സ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ ഭീഷണി അവർക്ക് അറിയാമെങ്കിലും അത് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി അവർക്ക് കൂടുതലായിരിക്കും. ഓൾസോ പഠനങ്ങൾ പറയുന്നത് റിസ്കി ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക മാത്രമല്ല, ദേ വിൽ ഗെറ്റ് ഇൻ ടു ക്ലോസ് കോൾസ് ഓർ ബ്രഷസ് വിത്ത് ഡെത്ത്. നമ്പർ 5, അവർക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ വിലപ്പെട്ട സാധനങ്ങൾ അവർ കൈമാറുക. ഐ വോണ്ട് യൂസ് ഇറ്റ് എവർ എഗെയിൻ എന്നൊരു തോട്ട്സിലേക്ക് അവരെത്തുകയും എന്നാൽ അവർക്ക് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സാധനം അവർക്ക് അത്രമാത്രം വിശ്വസ്തതയുള്ള ആൾക്കാരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും അല്ലെങ്കിൽ അവരൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇത് ഇന്ന ആളിലേക്ക് കൊടുക്കണമെന്ന്. ഈ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാർ അവർക്കുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ബ്രേക്ക് ചെയ്യും. കാരണം നമ്മൾക്ക് ഈ സ്നേഹം അതുപോലത്തെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള വികാരങ്ങൾ ഇത്തരം സെൽഫ് ഹാമിൽ നിന്ന് നമ്മളെ പുറകിലേക്ക് വലിക്കുന്നതാണ്.
അതുകൊണ്ടാണ് നമ്മൾ ഈ കെയർ കൊടുക്കുക, അങ്ങനെയുള്ള ആൾക്കാരോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യണം എന്ന് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ പറയുന്നത്. അപ്പം ഇതിനെ ഡിറ്റാച്ച് ചെയ്യുന്നുള്ളതായിരിക്കും അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അവർ ഒരു പ്ലാൻ സൂയിസൈഡ് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ അവർ അകലുന്നുണ്ടായിരിക്കും. അതും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണത്തില്ല. പിന്നെ അവർക്ക് ഒത്തിരി വേണ്ടപ്പെട്ട സാധനങ്ങൾ, അതിപ്പോൾ ചിലപ്പം പൈസ ആയിരിക്കാം, ചിലപ്പോൾ പ്രോപ്പർട്ടി ആയിരിക്കാം, ചിലപ്പം അവരുടെ ഒരു പെറ്റ് ആയിരിക്കാം, അതിനെ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ പുതിയൊരു സെറ്റിങ്സ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ മരണത്തിന് ശേഷം ഈ അക്കൗണ്ട് ആർക്കെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാവുന്ന. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ഡെത്ത് ചെയ്യുന്ന ആൾക്കാർ അതിനകത്ത് ഒരാൾക്ക് ഇപ്പോൾ അവരുടെ ബ്രദറിനെയോ സിസ്റ്ററിനെയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഫ്രണ്ടിനെയോ ഒക്കെ ഒരു ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ടാകാം. കാരണം ഇവർ മരിച്ചു കഴിഞ്ഞാലും ആ അക്കൗണ്ട് മറ്റേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ഒരു പ്ലാൻ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരിൽ വളരെ പർട്ടിക്കുലറായിട്ട് കണ്ടുവരുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്പർ 6, നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? ഈ വീഡിയോയുടെ ആദ്യം ഓരോ 40 സെക്കൻഡിലും ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വെറും ഒരു ഓഡിയോ ആണ്. നിങ്ങളുടെ ജീവനും ശ്വാസവും കൊടുത്ത് വളർത്തിയ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നെഞ്ചിലെ പൊള്ളലാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരാൾ ഡിപ്രഷനിലൂടെയോ ഇതുപോലെ സൂയിസൈഡിലായിക്കോട്ടെ നോൺ സൂയിസൈഡിലായിക്കോട്ടെ സ്ട്രഗ്ലിങ്ങിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അയാളെ ഒന്ന് ചേർത്ത് പിടിക്കുക, അയാളോട് കുറച്ച് നേരം സംസാരിക്കുക, അയാൾക്ക് ചിലപ്പോൾ അയാളെ കൊണ്ടൊന്ന് പുറത്ത് പോവുക, ഒരു ഫുഡ് മേടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മൂവി അയാളുടെ കൂടെ കാണുക, അല്ലെങ്കിൽ കുറച്ച് കോമഡി പ്രോഗ്രാംസ് കണ്ട് അയാളെ ഒന്ന് ചിരിപ്പിക്കുക. കാരണം സയൻറ്റിഫിക്കലി സൈറ്റോകൈനിൻ, ഓക്സിറ്റോസിൻ പോലുള്ള കെമിക്കൽസിൻ്റെ അളവ് അവരുടെ ശരീരത്തിൽ ആത്മഹത്യയിലേക്ക് നടന്നെടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ കൂടുന്നുണ്ട്. സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ ആയിരിക്കും അവർക്ക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം, നമ്മളിത് കൂടുതൽ ഡിസ്കസ് ചെയ്യാഞ്ഞതിൻ്റെ കാരണം, നമ്മൾ കേൾക്കുന്ന കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സയൻറ്റിഫിക് ടേംസ് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കുകയും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കെയർ കൊടുക്കുകയും അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് അവരുടെ മനസ്സിന് കോൺഫിഡൻസ് കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ കെമിക്കലുകളുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവുകയും കൂടുതൽ ലവ് ഹോർമോൺസും കെയർ ഫീൽ ചെയ്യുന്ന ഇമോഷൻസും അവരിൽ വരികയും അവർ ആ ഒരു ഇമോഷൻ ഒരു സൂയിസൈഡിൽ നിന്ന് പുറകിലേക്ക് വരികയും ചെയ്യും. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴും ഒരു ഡിവോഴ്സ് പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും അതുപോലെ നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുമ്പോഴും കെമിക്കലി നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരേപോലെയാണെന്ന് MRI അനാലിസിസ് പഠനങ്ങൾ കാണിക്കുന്നു. അപ്പം ഇത്തരം സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? പർട്ടിക്കുലർലി ബ്രേക്കപ്പ് മൂലമുണ്ടാകുന്ന കൊലപാതകങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ കുറച്ചും കൂടി ഇതിനെ മച്ചുവറായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഒരു ഡിവോഴ്സ് പ്രോസസ്സിലോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോഴോ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നില്ല. സോ ഹൗ ടു ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.